നാം ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും പല രാജ്യങ്ങളിലെയും മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. വർത്തമാനകാല രാഷ്ട്രീയ സമവാക്യങ്ങൾ മുസ്ലിം ലോകത്തോട് ഒരുപാട് വർത്തമാനങ്ങൾ വളരെ ഗൗരവതരമായി അറിയിക്കുന്നുണ്ട്. എന്നു പറഞ്ഞാൽ ഒരു വർഷത്തിലേറെയായി പരിശുദ്ധമായ ഖുദ്സിൻ്റെ മക്കൾ നിരപരാധികളായ ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ ജീവൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും മൂല്യമറിയാത്ത ആളുകൾ ഇന്ന് അവയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണ് ലോകത്തെ മനോഹരമായ ഒരു ഉദ്യാനമാക്കിയത് എന്ന് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിലെ നിരപരാധികളായ ലക്ഷത്തിൽ പരം ആളുകളെ ഇല്ലായ്മ ചെയ്ത പ്രത്യയശാസ്ത്രം ഏതാണ്? സ്വയം അധികാരവും അഭിമാനവുമുള്ള ഒരു രാഷ്ട്രവ്യവസ്ഥിതിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ അകാരണമായി ആക്രമിക്കുകയും ആ അക്രമത്തിന് തിരിച്ചടിച്ചതിൻ്റെ പേരിൽ വീണ്ടും ആക്രമിക്കപ്പെട്ടവരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഹിതയുടെ പേരെന്താണ്? ഇന്ന് ലോകത്ത് മുഴുവനും യുദ്ധക്കെടുതിയും ദുരന്തങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഹിത ഏതാണ്? പലപ്പോഴും യുദ്ധത്തിൻ്റെയും അക്രമങ്ങളുടെയും ഭീകരതയുടെയും മുമ്പിൽ ഇസ്ലാം മുസ്ലിം എന്ന് ചേർത്തു വെക്കാൻ മീഡിയകൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം എവിടെയാണ് അക്രമം ഉണ്ടാക്കിയത്? മുസ്ലിങ്ങൾ ചരിത്രത്തിലെ ഏത് ഘട്ടത്തിലാണ് അക്രമകാരികളായത്? മനോഹരമായി ഇസ്ലാം ലോകത്ത് ഒരു തെളിനീർ പോലെ പകർന്ന് ഒരു ധാര പോലെ ഒഴുകി ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിച്ചേർന്നപ്പോൾ ധന്യമായ മുഹൂർത്തങ്ങളെ അല്ലാതെ എവിടെയാണ് കാലുഷ്യങ്ങളെയും കലാപങ്ങളെയും ഉണ്ടാക്കിയത്? കൃത്യമായി ലോകത്തോട് സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1948 വരെ ജൂതന്മാർക്ക് ഒരു രാജ്യമുണ്ടായിരുന്നില്ല. ജൂതന്മാർക്ക് ഒരു രാജ്യം കൊടുക്കരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം വ്യവസ്ഥിതിക്കാണോ? അല്ല. ഇപ്പോൾ ജൂതന്മാർക്ക് വേണ്ടി പലപ്പോഴും ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പ് പറഞ്ഞു ഇവർക്കൊരു രാജ്യം കൊടുക്കാൻ പറ്റില്ലെന്ന്. ഇവർക്കൊരു ഭൂയിടം അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന്. കാരണം ജൂതന്മാരുടെ അടിസ്ഥാനപരമായ സ്വഭാവം അവർ സഹിഷ്ണുക്കളല്ല എന്നതായിരുന്നു. മാദാ ഖസറൽ ആലം ബിൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന രചനയിലൂടെ ആ കാലഘട്ടത്തിലെ അറബേതര രാഷ്ട്രീയ ചലനങ്ങളെ ചരിത്രകാരൻ അടയാളപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ജൂതന്മാരുടെ സ്വഭാവഗതിയായി രേഖപ്പെടുത്തിയത് അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവങ്ങളിൽ തീരെ മനസ്താപമില്ലാത്തവരാണ് എന്നാണ്. മനുഷ്യന്മാരെ കൊല ചെയ്തു കളയുന്നതിൽ യാതൊരു ദുഃഖവും വേദനയുമില്ലാത്ത ഒരു ജനതയാണ് എന്ന് ജൂതന്മാരെ കുറിച്ച് പറയുകയായിരുന്നു. എന്തിനേറെ ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വളരെ ശാന്തമായി കടന്നു വരികയും കാലങ്ങളായി പരസ്പരം യുദ്ധത്തിലേർപ്പെട്ടിരുന്ന രണ്ട് ഗോത്രങ്ങളെ ചേർന്നു നിൽക്കാനും ഉടപ്പിറപ്പിനേക്കാൾ സ്നേഹിക്കാനും പറ്റുന്ന ഉറ്റമിത്രങ്ങളാക്കി മാറ്റി. അൻസാറുകളും മുഹാജിറുകളുമായി ഔസും ഖസറജിനെയും ചേർത്ത് മക്കയിൽ നിന്ന് വന്നവരെയും മദീനയിലുണ്ടായിരുന്ന രണ്ട് ഗോത്രങ്ങളെയും അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവനും ഒരുമിച്ച് നിൽക്കാനുള്ള മനോഗതിയിലേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവന്നപ്പോൾ
അങ്ങനെയുള്ള ഏറ്റവും വലിയ മാനുഷിക വിപ്ലവം നടത്തിയ ലോകഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഡസനിലേറെ പ്രാവശ്യം ചതിച്ച് കൊല ചെയ്തു കളയാൻ മദീനയിൽ ജൂതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ചരിത്രങ്ങളിലുണ്ട്, എണ്ണിപ്പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിയിലൂടെ കൊല ചെയ്തു കളയാൻ ക്ഷണിച്ചു വരുത്തി അതിഥി മുറിയിൽ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് കല്ലുരുട്ടി തലയിലേക്കിടാൻ വരെ ആതിഥ്യത്തിന് ക്ഷണിച്ചിട്ട് കല്ലുരുട്ടിയിട്ട് കൊന്നുകളയാൻ ഒരു മനുഷ്യന് സാധിക്കണമെങ്കിൽ അവരുടെ മനോഗതി എന്തായിരിക്കണം? ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിം ഭരണകൂടങ്ങളും ഖിലാഫത്തും ഉണ്ടായിരുന്ന കാലത്ത് ജൂതന്മാർ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ലോകത്തൊരു ഭരണകൂടത്തിൻ്റെയും കീഴിൽ അവർ അനുഭവിച്ചിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. മാദാ ഖസറൽ ആലമിൽ അബുൽ ഹസൻ അലി നദ്വി എന്ന ചരിത്രകാരൻ എഴുതിയത് അവരുടെ ഒരടിസ്ഥാന സ്വഭാവം, അവർക്ക് രക്തരൂക്ഷിതമായ വിപ്ലവത്തിൽ തീരെ മനസ്താപമില്ലാത്തവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ ഇസ്രയേലിന്റെ ഭരണാധികാരി ഫലസ്തീനിലെ മക്കൾക്കെതിരെ ആയുധവർഷം നടത്തിയപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആക്രമണം നടത്തിയത്. അവിടെയുള്ള പട്ടാളക്കാരോട് ഇസ്രയേൽ സൈന്യത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ധർമ്മസമരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നല്ല, മറിച്ച് അവിടെയുള്ള ഒരു കുരുന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി പട്ടാളക്കാരോട് സംസാരിച്ചത്. കാരണം ആ രാജ്യം തന്നെ അവിഹിതമായി കിട്ടിയതാണ്. ലോകത്തെവിടെയും ഒരു ഭൂപ്രദേശമില്ലാതെ മുഴുവനും അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയ്ക്ക് 1948 ഈ ഫലസ്തീനിൽ കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരൻ്റെ ആയുധം കാണിച്ച് ആ നാട്ടുകാരെ ഭയപ്പെടുത്തിയിട്ട് ആ രാഷ്ട്രത്തിൻ്റെ 60% ഭൂമി ജൂതന്മാർക്ക് വകവെച്ചു കൊടുക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? അറബികളുടെ ഭൂമിയാണ്. അടിസ്ഥാനപരമായി അത് ആരുടെ ഭൂമിയാണ്? ഖുദ്സിന്റെ മക്കളുടേതാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ അടക്കം അടക്കി ഭരിച്ച് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 1948 ഫലസ്തീനിൽ വന്ന് ഒരു നൂല് പിടിച്ചിട്ട് 60% ഭൂപ്രദേശം അവർ പതിച്ചു കൊടുക്കുകയായിരുന്നു ജൂതന്മാർക്ക്. അന്ന് അറബികൾ സഹിച്ചു, അവരതിനെ ഉൾക്കൊണ്ടു. കയറി കിടക്കാൻ ഇടമില്ലാത്തവരല്ലേ, കിടന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കുക. ഏതോ ഒരാൾ പുറത്തുനിന്ന് വന്ന് മാരകായുധങ്ങൾ കാണിച്ചിട്ട് എവിടെ നിന്നോ ഉള്ള ആളുകളെ നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ട് ഇനി ഇവർ ഇവിടെ താമസിക്കട്ടെ, ഇത് ഇവരുടെ വീടാണ് എന്ന് പറഞ്ഞാൽ ലോകത്താരെങ്കിലും ഉൾക്കൊള്ളുമോ? പക്ഷേ മുസ്ലിങ്ങൾ അന്ന് അവരെ ആക്രമിക്കാൻ ഒരുങ്ങിയില്ല. അറബികൾ അവരെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങിയില്ല. അവരവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചു. അന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, അത് നീതിയല്ല എന്ന്. അതൊരിക്കലും ഈ ലോകത്തിന് സമാധാനം നൽകില്ല എന്ന് ദീർഘദൃഷ്ടിയോടെ അദ്ദേഹം എഴുതി. അതുപോലെ ജൂതന്മാരെ കുറിച്ച് എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ജൂതനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലോകത്തിന് സമാധാനം ബാക്കിയുണ്ടാവില്ലെന്ന്. ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വർത്തമാനത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ 60% ഭൂമിയും പതിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മുതൽ അവർ അവരുടെ രാജ്യത്തെ സ്വപ്ന ഇസ്രായേലിനെ സ്ഥാപിക്കാൻ അന്ന് മുതൽ അഭയം കൊടുത്ത രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തെയും ജനങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങി. ഈ കൂട്ടത്തിൽ ഫലസ്തീനിൽ പോയവരുണ്ടാകും, അവർ നേരിട്ട് കണ്ടിട്ടുണ്ടാകും, ഞങ്ങൾക്കും കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്.
ഫലസ്തീനികൾ താമസിക്കുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് മതിലുകൾ കൊണ്ടുവന്ന് സ്ഥാപിക്കും. അവരുദ്ദേശിച്ച ഒരു സ്ക്വയറിൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ മുഴുവനും ഭീഷണിപ്പെടുത്തി ഓടിക്കും. അവരെ തോട്ടയെറിഞ്ഞ് സ്വസ്ഥം കെടുത്തും. എന്നിട്ട് അതുകൂടി അവർ ഇസ്രയേലിലേക്ക് ചേർക്കും. സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരുപാട് ഗ്രാമങ്ങളെ അങ്ങനെ ക്രമേണയായി അവർ ആക്രമിച്ച് പിടിച്ചെടുത്തു. ഫലസ്തീനികൾക്ക് സ്വന്തമായി ഒരു രാജ്യം ഔദ്യോഗികമായി വകവെച്ചു കൊടുക്കാൻ ഇന്നും പലരും തയ്യാറായിട്ടില്ല. ആ പ്രമേയത്തിൽ ഒപ്പുവെക്കാൻ ലോകത്തുള്ള പല ശക്തികൾക്കും സന്നദ്ധതയില്ല. ഇന്നും ഫലസ്തീനിന് സ്വന്തമായി ഒരു സ്വതന്ത്ര സൈന്യമുണ്ടോ? ഇല്ല. എമിഗ്രേഷൻ ഉണ്ടോ? ഇല്ല. പൂർണ്ണ സ്വതന്ത്രമായ ഒരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുണ്ടോ? ഇല്ല. എന്നിട്ട് ആ രാജ്യത്തിനു നേരെ നിരന്തരമായി യുദ്ധം നടത്തി ആ രാജ്യത്തെ 10,000-കണക്കിന് കുരുന്നുകൾ നിലവിളിച്ചുകൊണ്ട് ലോകത്തോട് യാചിച്ചപ്പോൾ കരുത്തോടെ അവരെ പിടിച്ചുയർത്താനും അവർക്ക് സമാധാനം നൽകാനും പല ലോകരാഷ്ട്രങ്ങൾക്കും ശക്തികൾക്കും കഴിഞ്ഞില്ല. നമ്മളും നിസ്സഹായരായി കരയുകയാണ്. ഏതുവരെ എന്നറിയുമോ? ലോകത്തെവിടെയും തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു അവർ നടത്തിയത്. ഇസ്രയേലുകാർ ഫലസ്തീനിനു മേൽ നടത്തിയത്. ഹോസ്പിറ്റലിന് മേൽ നിരന്തരമായി ബോംബ് വർഷിച്ചു കൊണ്ടിരുന്നു. ഹോസ്പിറ്റലുകൾ ഒന്നും ഇനി അവിടെ ബാക്കിയില്ല. എത്രയോ നാളുകളായി ഒരു പൊതി പോയിട്ട് ഒരു ബ്രെഡ് കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന ഭക്ഷണ വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് കിട്ടുന്ന റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടി കൈനീട്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടു. അവിടെ പൊട്ടിച്ചെറിച്ചു പോയത് കുരുന്നു മക്കളാണ്. അവിടെ ചിന്നിച്ചിതറിപ്പോയത് സ്ത്രീജനങ്ങളാണ്. അവിടെ കൊല ചെയ്യപ്പെട്ടത് എല്ലാം നിരപരാധികളാണ്. എന്നിട്ടും ലോകത്ത് നീതിയുടെയും ന്യായത്തിൻ്റെയും അപ്പോസ്തലന്മാരാരും രംഗത്ത് വന്നില്ല. ഇങ്ങനെ ഫലസ്തീൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സ്വതന്ത്രാധികാരമുള്ള ഇറാനിനുമേൽ ഇസ്രയേൽ ആയുധവർഷം നടത്തുന്നത്.